ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ഇത് വന്ന് കേൾക്കണം കേട്ടോ. അയ്യേ, അകന്ന് മാറാൻ ശ്രമിച്ച് അഫ്രീൻ പറഞ്ഞു. ഈ ചെറുക്കൻ എന്തൊക്കെയായി കാണിക്കുന്നേ? ലൂസാ ഉമ്മ. ചൂണ്ടുവിരൽ ചെവിക്ക് മുകളിൽ തലമുടിയിൽ മുട്ടിച്ച് ഫർഹാൻ പറഞ്ഞു. പോടാ എന്ന് ഫർഹാനെ നോക്കി അക്ഷയ് പറഞ്ഞു. ലൂസും മയ്യും. അയ്യോ സോറി ഉമ്മ. ലൂസും കോപ്പുമൊന്നും അല്ല, ഞാൻ വേറെ ഒരു സൂപ്പർ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, യൂഡിക്കൊളോൺ. എന്നിട്ടും എൻ്റെ കക്ഷത്തിൽ വിയർപ്പിൻ്റെ സ്മെല്ലുണ്ട്. അതുപോലെ ഉമ്മാടെ കക്ഷത്തിലും ഉണ്ടോയെന്ന് നോക്കിയതാ. പിന്നെ അവൻ അഫ്രീനെ നോക്കി. ഉമ്മാടെ ദേഹത്ത് നിന്ന് വന്ന മണത്തിന് എന്താ ഒരു ഫീൽ. ഈശ്വര, ഹാ. കണ്ണുകളടച്ച് അനുഭൂതിയുടെ നിറവ് പ്രകടിപ്പിച്ച് അക്ഷയ് പറഞ്ഞു. ഫർഹാൻ അടുത്തുള്ള കസേരയിലിരുന്നു. കണ്ടോ ഉമ്മ? ഫർഹാനെ ചൂണ്ടി അക്ഷയ് പറഞ്ഞു. അവൻ മടുത്തു. അതിൻ്റെ കാരണം എന്നാ? അഫ്രീൻ ഫർഹാനെ നോക്കി. ഞാൻ എന്ത് ചെയ്തു എന്നർത്ഥത്തിൽ ഫർഹാൻ അവരെ രണ്ടുപേരെയും നോക്കി. എന്നാടാ കാരണം? അഫ്രീൻ അക്ഷയോട് ചോദിച്ചു. എൻ്റെ ഉമ്മ എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അതുണ്ടോ ഇവന്? ഫുൾ ടൈം വായന, ഫുൾ ടൈം എഴുത്ത്, നോ ടൈം ഫോർ എക്സസൈസ്. ഉമ്മ ഇത് കണ്ടോ? അക്ഷയ് ഷർട്ടിൻ്റെ ബട്ടണുകൾ വിടുവിച്ചു. ഒരു ഗ്രീക്ക് ശില്പം പോലെ ഭംഗിയുള്ള അവൻ്റെ ദേഹം അഫ്രീനെ മുമ്പിൽ നിറയുന്നത് ഫർഹാൻ കണ്ടു. ദൃഢമായ മാംസപേശികൾ, അല്പം പോലും അനാവശ്യ മാംസമില്ലാത്ത വയറ്, വിരിഞ്ഞ ആകർഷണീയമായ മാറിടം, കൊതി ഉണർത്തുന്ന തോളുകളും കൈകളും. ഉമ്മ ഒന്ന് തൊട്ട് നോക്കിക്കേ. വയറിൽ തൊട്ട് അവൻ അഫ്രീനോട് പറഞ്ഞു. അന്നേരം അറിയാം ഈ സിക്സ് പാക്കൊക്കെ എന്നാ റഫാണെന്ന്. ഒന്ന് തൊട്ട് നോക്കുമ്മ. അവൻ്റെ ചോദ്യത്തിലെ അപേക്ഷയും തീക്ഷണതയും അത്രമേലായതുകൊണ്ട് അഫ്രീൻ ചൂണ്ടുവിരൽ തൊട്ട് അവൻ്റെ വയറിൽ തൊട്ടു. ഒന്ന് അമർത്തി നോക്കിക്കേ. തൻ്റെ വയറിൽ തൊട്ടിരിക്കുന്ന അവളുടെ വിരലിൽ പിടിച്ച് അവൻ പറഞ്ഞു. അപ്പോൾ അറിയാം ടഫ്നെസ്. അവളുടെ ചൂണ്ടുവിരൽ തൻ്റെ വയറിൽ കുത്തി അമരുന്നത് അക്ഷയ് അറിഞ്ഞു. എങ്ങനുണ്ട്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. കൊള്ളാം. അയ്യോ, സർട്ടിഫിക്കറ്റിൽ അത്രയും വേർഡ്സേ ഉള്ളോ? ദയനീയത അഭിനയിച്ച് അവൻ ചോദിച്ചു. ഞാൻ കരുതി ഉമ്മ വാവ്, ഓ മൈ ഗോഡ്, ഓ സൂപ്പർ എന്നൊക്കെ യാങ്കീസ് പറയുന്ന പോലെയൊക്കെ പറയുമെന്ന്. എന്നിട്ട് ഈ ഉറക്കം തൂങ്ങി പഠിപ്പിച്ചിട്ട് ഫർഹാന് കണ്ടു പഠിക്കടാ പൈത്യക്കാരാ എന്നൊരു ഉപദേശവും കൊടുക്കുമെന്ന്. മൊത്തം വേസ്റ്റായി പോയാച്ച്. അവൻ്റെ വാക്കുകൾ കേട്ട് അഫ്രീൻ ഉറക്കി ചിരിച്ചു. ഓഹ്, ഫർഹാൻ മനസ്സിലോർത്തു. ഉമ്മായി ഇങ്ങനെ ചിരിച്ച് താൻ മുമ്പ് എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? പക്ഷേ ഉമ്മാടെ ബോഡി ഇവൻ്റെ പോലെ അല്ല കേട്ടോ. അഫ്രീൻ്റെ ദേഹമാസകലം നോക്കിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു. ഉമ്മായ്ക്ക് നല്ല ഫിറ്റ്നസ് സെൻസ് ഉണ്ട്, ബോഡി കാണുമ്പോൾ അറിയാം. ഫർഹാൻ അമ്പരന്നു. അഫ്രീൻ്റെ ദേഹത്തേക്ക് നോക്കിയാണോ അക്ഷയ് അത് പറയുന്നത്? അതെ. ഹിജാബിൻ്റെ പച്ച നിറത്തിനകത്ത് അഫ്രീൻ്റെ കൊഴുത്ത മേനിയിലാണ് അക്ഷയുടെ കണ്ണുകൾ. ഉമ്മ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. അവൻ മുരടനക്കി. ഉമ്മായെ കണ്ടാൽ അറിയാം നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്. നോട്ടം മാറ്റാതെ അക്ഷയ് പറഞ്ഞു. അഫ്രീൻ്റെ കണ്ണുകൾ വീണ്ടും അക്ഷയുടെ കണ്ണുകളിലേക്ക് നീണ്ടു. അവൻ്റെ നോട്ടം തൻ്റെ അവിടേക്ക് തന്നെയെന്ന് അവൾ കണ്ടു. ഉമ്മ നടക്കാൻ പോകുമോ അതോ കളിക്കുവോ? നടക്കാൻ പോകും. ഓക്കെ, കളിക്കുവോ? അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അഫ്രീൻ ആദ്യമൊന്ന് പകച്ചു. ഫർഹാനും ഇവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ബാഡ്മിൻ്റൺ, വോളിബോൾ അങ്ങനെ ഒരു ഗെയിമും കളിക്കില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമായതുകൊണ്ട് എപ്പോഴും കളിയുടെ വിചാരമേ ഉള്ളൂ. എപ്പോഴും കളിയും കൊണ്ടിരുന്ന പഠിത്തം എപ്പോഴാ? പാത്രങ്ങൾ കഴുകിക്കഴിഞ്ഞ് അഫ്രീൻ ചോദിച്ചു. ഫർഹാൻ വീണ്ടും കോട്ടുവായിട്ടു. പോയി ഉറങ്ങടാ, ഫർഹാൻ അവനോട് പറഞ്ഞു. നൈറ്റിയിലിരിക്കേണ്ടതല്ലേ? ഫർഹാൻ എഴുന്നേറ്റ് പോയി. അവന് ശരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ പക്ഷേ അഫ്രീൻ സ്വപ്നത്തിലൂടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. പച്ച മരങ്ങൾ നിറഞ്ഞൊരു താഴ്വാരം. മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഇലകളിൽ നിന്ന് പച്ച പുല്ലുകൾ വളർന്ന നിലത്തേക്കും വെള്ള നിറമുള്ള മഞ്ഞിൻ്റെ കുഞ്ഞു ചിറകുകൾ അടർന്നു വീഴുമ്പോൾ അഫ്രീൻ ചെറിപ്പഴങ്ങൾ പറിക്കുകയായിരുന്നു.
പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചൂരൽക്കൊട്ടയിൽ ചുവന്ന മധുരമുള്ള പഴങ്ങൾ പറിക്കുന്ന ഉമ്മയെ അവൻ നോക്കി നിന്നു. സ്വർണ്ണ നിറമുള്ള ഹിജാബ് ധരിച്ച് പവിഴ നിറമുള്ള കണ്ണുകളോടെ ഓരോ പഴവും അടർത്തുമ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. പളുങ്ക് വീണയിൽ നിന്നും പരാഗങ്ങളെപ്പോലെ സംഗീതം ഒഴുകി പരക്കുന്നുണ്ടായിരുന്നു ചുറ്റും. മോന് വേണ്ടേ പഴങ്ങൾ? സംഗീതം പോലെ ഉമ്മ ചോദിക്കുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തെത്തി. ഉമ്മ ചൂരൽ കൊട്ടയിൽ നിന്ന് പഴങ്ങൾ എടുത്ത് അവന് നീട്ടി. അവൻ കൈയെത്തിച്ച് വാങ്ങുന്നതിന് മുമ്പ് പക്ഷേ മറ്റൊരു കൈ നീണ്ടു വന്ന് ആ പഴങ്ങൾ അവനിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു. സങ്കടം സഹിക്കാനാവാതെ ഫർഹാൻ ഉറക്കെ കരഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റു. ഉറക്കമുണർന്നപ്പോഴാണ് മനസ്സിലായത് താൻ കരയുകയല്ല, വിയർക്കുന്നുണ്ട്. അവൻ ചുറ്റും നോക്കി. ജനലിലൂടെ ചുറ്റും പുറത്തേക്ക് നോക്കിയപ്പോൾ വെയിലിൽ മരങ്ങൾ ഉലയുന്നത് കണ്ടു. ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ 3 മണി. അപ്പോൾ വെറും 15 മിനിറ്റ് മാത്രമേ താൻ ഉറങ്ങിയുള്ളൂ. എവിടെ അക്ഷയ്? ഉമ്മയും. അവൻ പതിയെ എഴുന്നേറ്റു. സിങ്കിനടുത്തെത്തി ടാപ്പ് തുറന്ന് മുഖം കഴുകി. പിന്നെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ആരെയും അവൻ കണ്ടില്ല. ഉമ്മ അപ്പോൾ പോയോ? പറഞ്ഞില്ലല്ലോ. അവന് വിഷമമായി. അക്ഷയ് എവിടെ? പുറത്തു പോയോ? പെട്ടെന്ന് പുറത്തു നിന്ന് അമർത്തിയ ശബ്ദത്തിൽ ആരോ സംസാരിക്കുന്നത് അവൻ കേട്ടു. എവിടെ നിന്നാണ്? അക്ഷയുടെ മുറിയിൽ നിന്നാണോ? അല്ല, പുറത്തെ സ്റ്റോർ മുറിയിൽ നിന്നാണ്. പെൺകുട്ടികളെ കൊണ്ടുവന്ന് രഹസ്യമായി അക്ഷയ് കളയുന്ന ഇടം. ഇവിടെ എന്ത് നടന്നാലും ഒന്നും ആരും അറിയാൻ പോകുന്നില്ല മോനെ. കഴിഞ്ഞ മാസമാണ് വളരെ പ്രായമുള്ളൊരു സ്ത്രീയുമായി കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ അടുത്ത് വന്ന് വീമ്പ് പറഞ്ഞത്. ആ സ്റ്റോർ മുറിയുടെ ഒരു പൊസിഷണൽ സെറ്റപ്പ് അങ്ങനെയാണ്. 4 വശത്തു നിന്നും നോട്ടമെത്തില്ല, കംപ്ലീറ്റ് സേഫ്. അവൻ ആരെയോ വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. പ്രിൻസിപ്പാളിൻ്റെ താക്കീതിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു. ഖത്തറിൽ നിന്ന് വാപ്പ വിളിച്ചു പറഞ്ഞതൊക്കെ വെറുതെ ആയിരിക്കുന്നു. ഫർഹാന് കലശമായ ദേഷ്യം വന്നു. അവൻ സ്റ്റോർ റൂമിലേക്ക് നടന്നു. അസ്പഷ്ടമായ സംസാരം കേൾക്കുന്നുണ്ട്. സ്ത്രീ ശബ്ദം തന്നെ. കതക് അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുന്നു. ജനാലകളും. ഒരു ജനാലയ്ക്ക് അല്പം അനക്കമുണ്ടോ? അവൻ സംശയിച്ചു. പതിയെ ഒരു ജനൽപ്പാളിയിൽ അവൻ തൊട്ടു. യെസ്, അനങ്ങുന്നുണ്ട്. അടച്ചപ്പോൾ കൊളുത്ത് ചേർന്ന് കാണില്ല. അവൻ പതിയെ ശബ്ദം കേൾപ്പിക്കാതെ ജനൽപ്പാളി അകത്തി. ഒരു ചാൺ വിടവിൽ തുറന്നു. അകത്തേക്ക് നോക്കി. ജീവിതത്തിൽ ഏറ്റവും ഭയാശ്ചര്യം ജനിപ്പിക്കുന്ന ആ ദൃശ്യത്തിന് മുമ്പിൽ സ്തബ്ധനായി അവൻ നിന്നു. അകത്ത് വെളുത്ത സുതാര്യമായ ഷർട്ടും കറുത്ത ഷോർട്ട്സും ഇട്ട അക്ഷയ്. അവൻ്റെ കരവലയത്തിൽ അമർന്നിരിക്കുന്ന അഫ്രീൻ. പതുക്കെ അവൾ കേൾക്കും. അവൾ പറഞ്ഞു, ചെറുക്കൻ കേൾക്കും. സുന്ദരി താത്ത ഒന്നും മിണ്ടാതിരി. അവളെ തൻ്റെ ദേഹത്തേക്ക് അമർത്തി പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. കാര്യം അവൻ കുറച്ചേ ഉറങ്ങുള്ളെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ചാണകക്കുഴിയിലെടുത്തിട്ടാലും അവൻ അറിയില്ല. അത്രയ്ക്ക് ഡീപ്പ് ഉറക്കവാ. ചാണകക്കുഴി. ഫർഹാൻ പല്ലിറുമി. നീയൊക്കെ കൂടെ എന്നെ ഇപ്പോൾ ഒരു ചാണകക്കുഴിയിൽ എടുത്തിട്ടില്ലേ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും നിൻ്റെ കാര്യം ഭയങ്കരമാ അക്ഷയ്. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് മധുരമുള്ള ശബ്ദത്തിൽ അവൾ പറഞ്ഞു. മോൻ ഉറങ്ങാൻ പോയ ഒരു മൊമെൻറ്റിൽ തന്നെ എന്തൊരു പിടുത്തവാ നീ എന്നെ പിടിച്ചേ. എനിക്കിപ്പോഴും മൂല നോവുന്നുണ്ട് കേട്ടോ. എന്തൊരു നേരം എന്ന് വെച്ചാണ് ഈ ഓറിയെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. ഈ മൊഞ്ചത്തി പെണ്ണിനെ കണ്ടിട്ട് എത്ര നേരം കൊതി അടക്കി വയ്ക്കും. അതാ അവൻ പോയ തക്കം നോക്കി ആ സെക്കൻഡിൽ തന്നെ കയറി പിടിച്ചത്. ഫർഹാന് അതെല്ലാം കേട്ട് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. തൻ്റെ ഉമ്മ ഇതുപോലെ ഒരു കഴപ്പിയായിരുന്നു, അതും സ്വന്തം മോൻ്റെ കൂട്ടുകാരനുമായി. ഞാൻ സമ്മതിച്ചു തന്നില്ലായിരുന്നേലോ? അഫ്രീൻ ചോദിക്കുന്നത് ഫർഹാൻ കേട്ടു. പിന്നെ നീ ആ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടപ്പോഴേ ഞാൻ കുറി വരച്ചതാ പെണ്ണെ. അഫ്രീൻ്റെ പിങ്ക് നിറമുള്ള അധരത്തിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു. ഒരു പെണ്ണിനെ കണ്ടാലറിയാം അവൾ കളിമുട്ടി നിൽക്കുവാണോ എന്ന്. നിൻ്റെ ഈ ചുണ്ടിലെ നനവും നടക്കുമ്പോൾ ഉള്ള കുണുങ്ങലും തള്ളലും കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ നന്നായി ഒന്ന് ശ്രമിച്ചാൽ വീഴുന്ന ടൈപ്പാ നീയെന്ന്. അക്ഷയുടെ വാക്കുകൾ ഫർഹാനെ ശ്വാസം മുട്ടിച്ചു. തൻ്റെ കൺമുമ്പിൽ പറയപ്പെടുന്ന വാക്കുകളും കാണപ്പെടുന്ന കാഴ്ചകളും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാനായില്ല. എന്തൊക്കെ വൃത്തികേടുകളാണ് അക്ഷയ് പറയുന്നത്.
അവൻ്റെ കരണം തകർത്തൊരടി വെച്ച് കൊടുക്കാനുള്ളതിന് ഉമ്മ ചെയ്യുന്നത് എന്താണ്? അവൻ്റെ ദേഹത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയല്ലേ ചെയ്യുന്നത്? ഇനി ഇത് തൻ്റെ ഉമ്മ തന്നെ ആയിരിക്കില്ലേ? ഫർഹാൻ നോക്കി നിൽക്കെ അക്ഷയുടെ 2 കൈകളും അഫ്രീനെ ഇറുക്കി പുണർന്നു. തുടർന്ന് അഫ്രീനിൽ നിന്ന് ഉച്ചത്തിലുള്ള സീൽക്കാരവും. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ പോയി അത് കേൾക്കണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.